ഈ ചിരട്ടകൾ എപ്പോഴും വീടുകളിൽ എപ്പോഴും ഉണ്ടാകും. ചിരട്ടകളൊക്കെ നമ്മൾ എന്താ ചെയ്യുക, തേങ്ങയൊക്കെ ചെറിയ കഴിഞ്ഞാൽ അതിങ്ങനെ എടുത്ത് അടുപ്പിൻ ചൂടിലൂടെയൊക്കെ ഇടും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കും. പക്ഷേ ഈ ചിരട്ടകളിൽ നിന്ന് മനോഹരമായ കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് കഴിവ് തെളിയിച്ചവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ ശ്രേണിയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു ഇളമുറക്കാരനെയാണ് നമുക്കിനി പരിചയപ്പെടുവാനുള്ളത്. ഒരു 9ാം ക്ലാസ്സുകാരൻ. 4 വർഷത്തിനിടെ നിരവധി ശില്പങ്ങളാണ് ഈ മിടുക്കൻ ചിരട്ടയിൽ തീർത്തിരിക്കുന്നത്. സാധാരണ ചിരട്ട തൊടിയിലേക്ക് വലിച്ചെറിയും, അതുമല്ലെങ്കിൽ അടുപ്പിൽ കത്തിച്ചു കളയും. എന്നാൽ ചിരട്ട കണ്ടാൽ നീലേശ്വരം കൊയാമ്പുറം കുറ്റിക്കടവിലെ KT അനന്തുവിന്റെ മനസ്സിൽ നിരവധി രൂപങ്ങൾ തെളിയും. പിന്നെ ചിരട്ടകൾ ശേഖരിച്ച പതിയെ അത് യാഥാർത്ഥ്യമാക്കും. ഇങ്ങനെ മനോഹരമായ ചിരട്ട ശില്പങ്ങളും വസ്തുക്കളുമാണ് അനന്തുവിന്റെ കരവിരുതിൽ വിരിയുന്നത്. പൂക്കൾ, മൂങ്ങ, സൈക്കിൾ, ഫ്ലവർ ബേസിൽ വിടർന്നു നിൽക്കുന്ന സൂര്യകാന്തി, നിലവിളക്ക്, ഇങ്ങനെ ആരെയും വിസ്മയിപ്പിക്കുന്ന വസ്തുക്കളാണ് അനന്തു ഇതിനകം നിർമ്മിച്ചത്. സ്കൂൾ തലത്തിലും ഉപജില്ലാ തലത്തിലും ശാസ്ത്രമേളയിലെ സ്ഥിരം സാന്നിധ്യമാണ് അനന്തു. കഴിഞ്ഞ 4 വർഷമായി ശാസ്ത്രമേളകളിൽ തുടർച്ചയായി പങ്കെടുക്കുന്നുണ്ട്. ദിവസങ്ങൾ നീണ്ട പ്രയത്നം കൊണ്ടാണ് ചിരട്ടയെ മനോഹരമായ ശില്പങ്ങളാക്കി മാറ്റുന്നത്. മൂങ്ങയാക്കി, പിന്നെ കുറെ പൂവിൻ്റെത്, പൂ, മൊട്ട്, അതെല്ലാം കപ്പ്, വളക്ക്, കള്ളിച്ചെടി, പിന്നെ വേറെ അങ്ങനെ കയ്യില് അങ്ങനത്തെ കൊറേ ആക്കിനി. കൊറേ മേടിച്ചിനി. അടുക്കളയിൽ ഉപയോഗിക്കുന്ന വിവിധ വലിപ്പത്തിലുള്ള തവികളും ചിരട്ടയിൽ നിർമ്മിക്കുന്നുണ്ട്. നീലേശ്വരം രാജാസ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ്സുകാരനായ അനന്തു പടന്നക്കാട് കാർഷിക കോളേജിലെ ഫാം തൊഴിലാളി T വിനോദിന്റെയും ടൈലറിംഗ് തൊഴിലാളിയായ KT ബിന്ദുവിന്റെയും മകനാണ്. ഇരട്ട സഹോദരൻ അൻവിദ് മെറ്റൽ ഷീറ്റുകൾ കൊണ്ട് വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ മിടുക്കനാണ്. കൈരളി ന്യൂസ്, കാസർഗോഡ്.